നാട്ടാരെ, ശ്രീരംഗരാജപുത്രി ആര്യമാല തമ്പുരാട്ടി നെൽവേലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നു. നാട്ടാചാരപ്പടി തീണ്ടലും തൊടിയിലുമുള്ളവർ, ശകുനം മുടക്കികൾ, ഒരു വിളിപ്പാടകലം നിന്നുള്ള അടക്കുറിപ്പിന്റെ ഉത്തരവ് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. മുത്തച്ഛ, വേഗം വരി. പതുക്കെ. മുത്തച്ഛ, ഒന്ന് വേഗം തോയി. ദേവി, മഹാമായെ രക്ഷിക്കണേ ദേവി. പ്രസാദം വേഗം തൊഴിലിട്ട് പൊയ്ക്കോളി. മുത്തച്ഛ, കൈ നീട്ടി. കണ്ണു കാണാൻ വയ്യാത്ത മുത്തച്ഛനെയും കൊണ്ട് ഇങ്ങെത്താൻ വൈകി. അടിക്കല്ലേ. ഈ പഞ്ചപാവങ്ങളെ ഇങ്ങനെ കണ്ണിക്കോരയില്ലാതെ തല്ല ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ആര്യമാല തമ്പുരാട്ടി തൊഴാനെത്തുന്ന നേരത്താ നിനക്കൊക്കെ തൊഴാൻ സമയം കണ്ടത്. ചെറ്റജാതികൾ, ശകലം മുടക്കികൾ. സേവകരെ, സാധുക്കൾ തൊഴുതുപോട്ടെ, എന്തിനെളീടം കൊണ്ട് വാടം കോച്ചുന്നു? ഭൂശാരി, താൻ ദൈവകാര്യം മാത്രം നോക്കിയാൽ മതി. ഈ രാജ്യകാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മനസ്സിലായോ? മനസ്സിലായോ? എഴുന്നേക്ക് മുത്തച്ഛ. പോകാം മുത്തച്ഛ. കയ്യിലൊരു വാള് കിട്ടിയാൽ പിന്നെ പെറ്റമ്മയെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത പിശാചുക്കൾ. ഞാൻ പിടിച്ചിട്ട് നന്ദാ, അവള് പെടയല്ലയോ, മുട്ടയിടേണ്ടവളല്ലയോ. അവൾ ഇനിയും വരും നമ്മുടെ മുറത്തിൽ കയറി കൊത്താൻ. അപ്പൊ നമുക്ക് പിടിക്കാം. നിങ്ങൾ ആരാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അർത്ഥം മനസ്സിലായില്ല അല്ലേ? എവിടെ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നു അവിടെ ഭഗവാൻ അവതരിക്കും. നീ ആരാ? നിന്നെ കൊല്ലാനായി ജനിച്ചവൻ. അല്ലേ? ഇവനാരാ? യമധർമ്മ രാജാവോ? എടാ കുന്തം വിഴുങ്ങികളെ, നിങ്ങൾ അതിൽ കിടന്ന് സംസാരിക്കുന്നു. ആരാണ് നിങ്ങൾ? മനുഷ്യൻ. കണ്ടിട്ട് സംശയം തോന്നുന്നു. ദേവനാണെന്ന് തോന്നുന്നു അല്ലേ? കാഴ്ചയിൽ ദേവനും പ്രവൃത്തിയിൽ മൃഗവും. വളരെ ശരിയാണ്. കാഴ്ചയിൽ ദേവനായും പ്രവൃത്തിയിൽ മൃഗവുമായും ഈശ്വരൻ ജനിപ്പിച്ചിരിക്കുന്ന വർഗമാണ് രാജവംശം. ആരവിടെ? അനങ്ങിപ്പോകരുത്. നിന്റെ എല്ലാ അമ്മയെ കാണാൻ ഞാൻ അനുവദിക്കില്ല. മാറി നിൽക്കണ. അനങ്ങാപ്പാറ പോലൊന്ന് പടച്ചോറ് തിന്നുന്ന ഏത് ഗോസ്വാമിക്കും അമ്പലത്തിൽ കയറി തൊഴാം, പൂരപ്പാട്ട് പാടാം. പാവപ്പെട്ടവനൊന്ന് അമ്പലത്തിൽ കയറിയാൽ അവന് ചാട്ടവാറ് കൊണ്ടാടി. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. കണ്ടാൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ തോന്നുന്ന ഒരു സുന്ദരിയോട്. സേവകരെ, ഈ നിഷേധിയുടെ നാക്കറുത്ത് ഈ ദേവി സന്നിധിയിൽ വയ്ക്കൂ. രാജകുമാരി, ഇവിടുത്തെ ദേവിക്ക് വേണ്ടത് എന്റെ നാവല്ല, ഇവന്മാരുടെ എല്ലാം മൂക്കാണ്. ഈ സേവകന്മാരുടെ ചോര കൊണ്ട് എന്റെ ഊർമി നനയാൻ പോവുകയാണ്. കരുതുന്നോളിൻ. അല്ലടാ, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ.
രാജകുമാരി എന്താ ആലോചിക്കുന്നത്? കൂട്ടിന് ഞാനുണ്ട്. അഴകും അഭ്യാസവും കൊള്ളാം, പക്ഷേ നാവ് നല്ലതല്ല. ഈ നാട് ഭരിക്കുന്ന ശ്രീരംഗരാജന്റെ പുത്രിയോട് മറ്റൊരാൾ ഇങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ അവന്റെ തല ഈ ക്ഷേത്രനടയിൽ കിടന്ന് ഉരുളുമായിരുന്നു. അല്ല, രാജകുമാരിക്ക് അല്പം കരുണ തോന്നാൻ കാരണം? നിങ്ങളെപ്പോലെ ഒരു പോരാളിയെ കഴിവിലേറ്റരുതെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിങ്ങൾ പാലാട്ട് കോമക്കുറുപ്പിന്റെ? ആരുമല്ല. തകർന്ന് മണ്ണടിഞ്ഞ പാലാട്ട് കുടുംബത്തിൽ പണ്ട് അടിച്ചു കളിക്കാൻ നിന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകൻ. ഒരു അടിച്ചുതലിക്കാരിയുടെ മകന് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ അഹങ്കരിച്ചില്ല രാജകുമാരി. എനിക്കെന്റെ സഹോദരിയും മുത്തച്ഛനും ജീവനാണ്. അവരുടെ ഉള്ളു നൊന്താൽ ഞാൻ പിശാചായി മാറും. രാജകുമാരി ക്ഷേത്രദർശനത്തിന്റെ പേരിൽ പട്ടാളക്കാർ അവരെ ചാട്ടവാർ കൊണ്ടടിച്ചു. രാജകുമാരി, ഈശ്വരനെ കല്ലറ കെട്ടി അടയ്ക്കരുത്. വായുവും വെള്ളവും പോലെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. നിങ്ങളൊരു പണ്ഡിതനെ പോലെ സംസാരിക്കുന്നല്ലോ. ഇനിയും വല്ലതും ഉണ്ടോ കയ്യിൽ? ഉണ്ട് രാജകുമാരി, സന്ദർഭം വരുമ്പോ കാണിച്ചു തരാം. എന്താ? എന്റെ തലയും വീശിക്കളയുമായിരിക്കും. ഞാനത്ര മഠേനാണോ രാജകുമാരി? കുന്നത്ത് കൊന്നപൂത്ത് നിൽക്കുന്ന പോലുള്ള ഈ പെൺകുടിയെ എന്റെ വാഴ്ത്തല കൊണ്ട് കൊല്ലാനോ? വേണ്ടി വന്നാൽ താമരത്തണ്ട് പോലുള്ള ഈ കൈകൾ ഉറുമി പിടിച്ച് തഴമ്പിച്ച ഈ കൈക്കുള്ളിലിരുന്ന് വിയർക്കും. കൊള്ളാം. ഉശിരുള്ള പടയാളി. മോഹം നടപ്പാക്കാമോ? വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. മനസ്സിലായില്ല. ഇല്ലേ? വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ ഞാൻ അണിയിക്കും. എന്റെ തലമുടിയിലോ? മാത്രമല്ല, ആ ചുവന്ന കവിൾത്തടത്തിൽ ഞാനൊരു ഉമ്മ തരും. നിങ്ങൾക്ക് ജീവനിൽ അശേഷം കൊതിയില്ലേ? ഈ അമൃതമുണ്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചാലെന്താ, മരിച്ചാലെന്താ? അപ്പോൾ അമൃതത്തിന് ഒരുങ്ങിക്കഴിഞ്ഞോ? ഉവ്വ്. പറഞ്ഞു പറഞ്ഞ് കളി കാര്യമാകരുത്. ഇല്ല, ഇത് ജീവൻ കൊണ്ടുള്ള കളിയാണ്. എങ്കിൽ ദേവിയെ സാക്ഷി നിർത്തി ഞാൻ ചൊല്ലുന്നു, ഇന്നേക്ക് 41 നാളുകൾക്കുള്ളിൽ താമരത്തണ്ട് പോലുള്ള ഈ കൈകൾ എന്റെ ഉറുമി പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളിൽ നിന്ന് വിയർക്കും. പറയൂ, കേൾക്കട്ടെ. ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ അണിയിക്കും. 1000 സേവകന്മാരുള്ള ശ്രീരംഗ മഹാരാജാവിന്റെ അന്തഃപുരത്തിൽ കയറി രാജകുമാരിയോടൊപ്പം പട്ടുമെത്തയിൽ ശയിച്ച് കെട്ടിപ്പിടിച്ചൊരു മതൻ ഉമ്മ. ഇല്ലെങ്കിൽ 41 നാൾ കൊട്ടാരവാതിക്കൽ ഈ കുഞ്ഞിക്കണ്ണന്റെ ശവം കാക്കയും കഴുകനും കുത്തിത്തിന്നുന്നത് കണ്ട് രാജകുമാരി ഉണരാം. നെൽവേലി ഭഗവതിയാണ്, ഈ ഉറുമിയാണ്. സത്യം, സത്യം, സത്യം. പക്ഷേ എന്റെ ശപഥം നിറവേറ്റിയാൽ രാജകുമാരി ഈ കുഞ്ഞിക്കണ്ണൻ എന്ത് സമ്മാനം തരും? ഈ നാട്ടിലെ ഏറ്റവും വലിയ പോരാളിയായ നിങ്ങളെ ഞാൻ സ്വയം വരിക്കും. എന്റെ രാജകുമാരനായി വാഴിക്കും. നെൽവേലി ഭഗവതിയാണ് സത്യം, സത്യം, സത്യം. പക്ഷേ 41 നാൾ നിങ്ങൾ പേടിച്ചോടിയാൽ ശ്രീരംഗരാജ്യത്തിലെ പട നിങ്ങളെ പിച്ചി ചീന്തും. സമ്മതിച്ചു രാജകുമാരി, സമ്മതിച്ചു. രാജകുമാരി എന്ത് സാഹസമാണ് ഈ പറഞ്ഞത്? നാളറിഞ്ഞ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മഹാരാജാവ് ഇതറിഞ്ഞാൽ? അറിയരുത്. പൂജാരി, ഇന്നേക്ക് 41 നാൾക്കകം ഈ വാർത്ത പുറത്തറിഞ്ഞു പോയാൽ അത് നിങ്ങളുടെ നാവിൽ നിന്നായിരിക്കും. മനസ്സിലായോ? ഞാൻ പുറത്തു പറയില്ല. ദേവിയാണ്, ഈ പൂണൂലാണ് സത്യം.